ഹായ് ഓൾ, വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലെ? LDC ഒക്കെ അടുക്കാറായി. അപ്പൊ ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും അധികം തവണ ഏതൊക്കെ ക്വസ്റ്റ്യനാ ചോദിച്ചേന്നും അതിന്റെ ഫാക്ട്സും നമുക്കൊന്ന് കണ്ടുപോയാലോ? തുടങ്ങാം. സമയം കളയണ്ട, നമുക്ക് വേഗം ക്വസ്റ്റ്യൻസിലേക്ക് പോവാം കേട്ടോ. പ്രകാശവർഷം എന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? എന്തിന്റെയാണ്? ബലം, സമയം, വേഗത, ദൂരം. ഈ ഒരു ക്വസ്റ്റ്യൻ 2022, 23, 24 എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മറക്കണ്ട കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം? നന്നായിട്ട് ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. എന്തിന്റെയാണ് പ്രകാശവർഷം എന്നത്? അതന്നെ, ഏതാണ്? ദൂരത്തിന്റെ യൂണിറ്റ് ആണ് അല്ലെ? ദൂരത്തിന്റെ രണ്ട് പ്രദേശങ്ങൾക്കിടയിലുള്ള വലിയ ദൂരം അളക്കാനുള്ള യൂണിറ്റ് നമ്മൾ ഏതാ പറയാറ്? അത് കിലോമീറ്റർ ആണ് അല്ലെ? രണ്ട് പ്രദേശങ്ങൾക്കിടയിലുള്ള ദൂരം കണക്കാക്കാൻ പറയുന്നത് ഏതാണ്? കിലോമീറ്റർ ആണ്. എന്നാൽ ദൂരത്തിന്റെ അല്ലെങ്കിൽ നീളത്തിന്റെ SI യൂണിറ്റ് എന്താണ്? എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ? മീറ്റർ ആണ്. ഇവിടെ പ്രകാശവർഷം എന്ന് പറയുന്നത് എന്താ? ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് എന്ത്? പ്രകാശ വർഷം. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ ഉണ്ട് എന്ത്? ദൂരത്തിന്റെ യൂണിറ്റ് ആണ് എന്ത്? പ്രകാശവർഷം എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് എത്ര 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രകാശവർഷം 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിയാലോ? അറിയണ്ടാവും, നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും. എത്രയാ 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 9.46 into 10⁻12 കിലോമീറ്റർ ആണ്. മീറ്ററിലേക്ക് ആവുമ്പോ എന്താവും? 9.46 into 10⁻15 മീറ്റർ. ഇവിടെ 15 ആണോ 12 ആണോ എന്നുള്ളത് നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഏതൊക്കെ യൂണിറ്റുകളാ ഉപയോഗിക്കാറ്? ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാ? ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. പിന്നെ എന്താ ഉള്ളത്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉണ്ട്, ലൈറ്റ് ഇയർ ഉണ്ട്, പിന്നെ എന്താണുള്ളത്? ഒരെണ്ണം കൂടി ഉണ്ട്, അറിയോ? ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, പാഴ്സെക്ക്. അപ്പൊ ദൂരത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാ? ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ യൂണിറ്റ് ആണ് പാഴ്സെക്ക്. ഒരു തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പാഴ്സെക്ക്. 1 പാഴ്സെക്ക് is equal to എത്ര ലൈറ്റ് ഇയർ ആ? 3.26 ലൈറ്റ് ഇയർ ആണ് 1 പാഴ്സെക്ക്. എത്രയാണ്? 3.26 ലൈറ്റ് ഇയർ ആണ് 1 പാഴ്സെക്ക്. ഓക്കെ, അപ്പൊ ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, പാഴ്സെക്ക്. മറക്കണ്ട കേട്ടോ ഇത്രയും യൂണിറ്റുകൾ. ഇനി ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഇതിൽ ഏതാന്ന് ചോദിച്ചാൽ ഏതാ പറയാ? ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഇതിൽ ഏതാന്ന് ചോദിച്ചാൽ ഏതാ ആൻസർ പറയാ? അത് തന്നെ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പൊ 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? ഏകദേശം 15 കോടി കിലോമീറ്റർ. ഏകദേശം 15 കോടി കിലോമീറ്റർ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ പ്രകാശവർഷം എന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ദൂരത്തിന്റെ യൂണിറ്റ് ആണ്. കിലോമീറ്റർ രണ്ട് വലിയ പ്രദേശങ്ങൾക്കിടയിലുള്ള ദൂരം കണക്കാക്കാൻ ഉപയോഗിക്കുന്നതാണ് കിലോമീറ്റർ. ദൂരത്തിന്റെ അല്ലെങ്കിൽ നീളത്തിന്റെ SI യൂണിറ്റ് ആണ് എന്ത് വരുന്നത്? മീറ്റർ. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം, അതാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു 9.46 into 10⁻12 ആണെങ്കിൽ കിലോമീറ്ററിലും 15 ആണെങ്കിൽ മീറ്ററിലും പറയുന്നു.
ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ എന്താ പറയാ? ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ ആൻഡ് ദ പാഴ്സെക്. ഓക്കെ, പാഴ്സെക് ആണ് ദൂരത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ്. ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. ഇനി ഒരു പാഴ്സെക് എന്ന് പറഞ്ഞാൽ എത്ര ലൈറ്റ് ഇയറാ? 3.26 ലൈറ്റ് ഇയർ ആണ്. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് നോക്കാം. 1000 ജൂള് പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്രയാണ്? പവർ കാണാനുള്ള ഇക്വേഷൻ എന്താ? പവർ നിങ്ങൾ ചെയ്തു നോക്കിക്കോളൂ കേട്ടോ. പവർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വർക്ക് ബൈ ടൈം ആണ്, അല്ലേ? വർക്ക് ബൈ ടൈം. വർക്കിന്റെ യൂണിറ്റ് എന്താ? ജൂൾ ആണ്, നമുക്കറിയാം. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് യൂണിറ്റും കൂടെ കണ്ടുപിടിക്കാം. എത്രയാണ് അപ്പം? വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ആൻഡ് ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. അപ്പൊ ജൂൾ പെർ സെക്കൻഡ് എന്താണ്? വാട്ട്. അപ്പൊ അതിനു മുന്നേ നമ്മൾ അടുത്ത വേറൊരു ചോദ്യത്തിന്റെ ഉത്തരം ഇതുവരെ ചോദിക്കാറുള്ളതാണ്. പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ആണ് കേട്ടോ. അത് മറക്കണ്ട. അതാ ഇവിടെ ഉണ്ട്, W എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ വെച്ചിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ, ഇനി ഇതിന്റെ ഉത്തരം എന്താ വരിക? ഇതിന്റെ ഉത്തരം 1000 ജൂള് പ്രവൃത്തി. അപ്പൊ വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാ? 1000 ജൂളാണ്. ഇനി എത്ര സെക്കൻഡ് കൊണ്ടാ? 2 സെക്കൻഡ് കൊണ്ട്, അല്ലേ? അപ്പൊ എന്താ വരിക? കട്ട് ചെയ്തു അല്ലെ? 5. അപ്പൊ ഇവിടെ എത്രയാണ്? 500 ജൂൾ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ 500 വാട്ട് എന്ന് പറയും. ഇവിടെ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പൊ പവർ കാണാൻ എന്താ ചെയ്യാ? വർക്ക് ബൈ ടൈം ആണ്. ഓക്കെ, ഇനി വേറൊരു പവർ നമുക്ക് കാണാൻ പറയാറുണ്ടല്ലോ, ലെൻസിന്റെ പവർ, അല്ലെ? കോൺവെക്സ്, കോൺകേവ് ലെൻസ് ഒക്കെ പഠിക്കുമ്പോ ലെൻസിന്റെ പവർ കാണാനുള്ള ഇക്വേഷൻ ചോദിക്കാറുണ്ട്. പി അതെന്താണ്? 1/f ആണ് കേട്ടോ. ആ ഇക്വേഷൻ മറക്കണ്ട. 1/f. എഫ് എന്ന് പറഞ്ഞാല് ഫോക്കൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ചോദിക്കാറുണ്ട്. അതെന്താണ്? ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ. എന്താണ്? ഡയോപ്റ്റർ ആണ്. അത് മറക്കണ്ട കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നതിന്റെ കൂട്ടത്തില് നമ്മള് പവർ എന്താന്ന് പറഞ്ഞു? യൂണിറ്റ് ടൈമിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് അവിടുത്തെ പവർ എന്ന് പറയുന്നത്. ഒരു ചെറിയ സമയത്തില് 2 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, എ ആൻഡ് ബി. 5 സെക്കൻഡ് കൊണ്ട് 15 ഇഷ്ടിക മുകളിലേക്ക് കയറ്റി. ഇയാളാണെങ്കിൽ 6 സെക്കൻഡ് കൊണ്ട് 15 ഇഷ്ടിക മുകളിലേക്ക് കയറ്റി. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത്, ഏറ്റവും കൂടുതൽ പ്രവൃത്തി അല്ലെങ്കിൽ പവർ ഉള്ളത് ആർക്കാന്നാ നമ്മൾ പറയാ? കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഇഷ്ടിക കയറ്റിയ ആള്, അല്ലെ? അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരുന്നേ? എ ആണ്. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ പറയില്ലേ എനിക്ക് നല്ല പവറാന്ന്. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്യുക? കൂടുതൽ പ്രവൃത്തി ചെയ്യുക. അയാൾക്കാണ് എന്ത് ഉണ്ടാവുക? ഏറ്റവും കൂടുതൽ പവർ ഉണ്ടാവുക. അപ്പൊ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ നിരക്ക്, അല്ലെങ്കിൽ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി, അത്രയും മതി. നിരക്ക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബൈ ടൈം ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? പവറിന്റെ യൂണിറ്റ് ചോദിക്കാറുണ്ട്, വാട്ട്. മറക്കണ്ട, W എന്നാണ് പറയാ. അല്ലെങ്കിൽ എന്താണ്? ജൂൾ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, എസ് എന്നുള്ളത് സ്മോൾ ലെറ്റർ ആണ്, മറക്കരുത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും ഇതൊക്കെ എന്താണ്? പ്രോബ്ലത്തിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും വളരെ സിമ്പിൾ ആണ് നമുക്ക് 1 മാർക്കൊക്കെ കിട്ടാനായിട്ട്, അല്ലെ? അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, ഇക്വേഷൻ എന്താന്ന് നോക്കുക, അത് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മുടെ LDC പ്രിപ്പറേഷൻ ഒക്കെ ആണ്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഈ ഡെയിലി നിങ്ങളുടെ പ്രോഗ്രസ് എത്രയുണ്ട്, പിന്നെ നമ്മുടെ 10th, +2, ഡിഗ്രി, ഈ എല്ലാ എക്സാമിനും എന്താണ്? ബേസ് ആയിട്ട് വേണം, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ബേസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ. നമ്മുടെ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അതെല്ലാം ഫോളോ ചെയ്താൽ നമുക്ക് വളരെ ഈസി ആണ്. അതേപോലെ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല, അതിന് എന്ത് വേണം, നമ്മൾ എക്സാം എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ടൈം ടേബിളിലൂടെ ഡെയിലി നമ്മൾ മുന്നിലേക്ക് പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് എന്താണ് OMR ഷീറ്റ് എക്സാം വരെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SCERT NCERT ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സും നമ്മൾ ഇവിടെ എന്തുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ ഭാഗത്ത് കൂടെയും ടച്ച് ചെയ്തിട്ട് തന്നെയാണ് വളരെ ഡീറ്റെയിൽ തന്നെ ആയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രസ് വളരെ ഈസി ആയിട്ട് തിരിച്ചറിയാൻ പറ്റും. സോ എല്ലാവരും AZB അക്കാഡമിയുടെ ഭാഗമാവുക. നിങ്ങൾ ഇതിനകത്ത് വെറുതെ 1000 1500 രൂപ റാങ്ക് ഫയൽ വാങ്ങിക്കുന്ന പൈസ അതിന്റെ പകുതി ആവുന്നുള്ളൂ നമ്മുടെ കോഴ്സിനകത്ത്. അപ്പൊ എല്ലാവരും ഈ കാണുന്ന നമ്പറിൽ എമൗണ്ട് അടച്ച് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നല്ല പ്രോഗ്രസ് ഉണ്ടാവും. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലൈവായി തരുന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിനകത്ത് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണല്ലോ. അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. സോ എല്ലാവരും എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം ട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിന്റെ കാരണം എന്താണെന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. 2022 ഒരു ക്വസ്റ്റ്യൻ ആണ്. 23 ഇഷ്ടം പോലെ ഗുരുത്വാകർഷണത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? ഭൂമിയുടെ ആകൃതി, സൂര്യന്റെ മാസ്, ഭൂമിയുടെ മാസ്, ചന്ദ്രന്റെ മാസ്. എന്താ കാരണം? ഒന്ന് ആലോചിച്ചോളൂ, ഒരു 2 മിനിറ്റ് ഇരുന്ന് ആലോചിച്ചോളൂ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞാൽ മതി. നമ്മുടെ SCERT വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എന്താ കാരണം എന്നുള്ളത്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വാചകത്തിൽ തന്നെ നമ്മളോട് പറയുന്നുമുണ്ട്. നോക്കാം. എന്താണ് ഇതിന്റെ കാരണം? ഭൂമിയുടെ ആകൃതി തന്നെയാണ്. നമുക്കറിയാം ഭൂമിയുടെ ആകൃതി ഇങ്ങനെ ഒരു ഷേപ്പാ, അതായത് കറക്റ്റ് റൗണ്ട് അല്ല. അവിടെ ഇവിടേക്ക് ഒരു ഉന്തലും അല്ലെ ഒരു പൊന്തലും ഒക്കെ ഉള്ള ഒരു ആകൃതിയാണ്. ശരിക്കും ജിയോയിഡ് ഷേപ്പ് എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലെ. ഇതിങ്ങനെ ഒരു കുറച്ചു ഭാഗം വീർത്ത് കുറച്ചു ഭാഗം ചുരുങ്ങിയിട്ട്. അപ്പൊ എവിടെയാണ് ഇവിടെ സെന്റർ വരികയാണെങ്കിൽ ദാ കേന്ദ്രം ഇവിടെയാണെങ്കിൽ ഇവിടേക്കുള്ള ആരം സ്മോൾ ലെറ്റർ ആറും ഇവിടേക്കുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് എടുത്താൽ, ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലുണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് ദൂരെ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ആർ എന്ന് എടുത്തത്. അതല്ലാതെ ഞാൻ വേറെ ഒന്നും കൊണ്ട് എടുത്തതല്ല കേട്ടോ. വേണമെങ്കിൽ R2 എന്ന് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ക്യാപിറ്റൽ ആർ എന്ന് എടുത്തു എന്നുള്ളൂ. കാരണം എന്താ, സെന്ററിൽ നിന്ന് ഈ B എന്ന് പറയുന്ന പോയിന്റിലേക്ക് കുറച്ച് കൂടുതലുണ്ട്, A എന്ന പോയിന്റിലേക്ക് ആരം കുറവാണ്. അപ്പോ ഈ ധ്രുവ പ്രദേശങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ് എന്ത്, ജിയുടെ വില. ഇത് ഭൂമധ്യരേഖാ പ്രദേശം, ഇത് ധ്രുവ പ്രദേശം. എന്താ കാരണം? ആകൃതി തന്നെയാണ്. ആരം കുറയുമ്പോ അവിടെ വില കൂടും അല്ലെ. ആരം കുറയുമ്പോ ജി കുറയുകയാണെങ്കിൽ അവിടെ ആരം കൂടുതലായിരിക്കും. കാരണം കേന്ദ്രത്തിലേക്ക് വരുംതോറും 0 ആണ്, ഉപരിതലത്തിലാണ് ഏറ്റവും കൂടുതൽ. കേന്ദ്രത്തിലേക്ക് വരുംതോറും കുറയുന്നു, ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ജിയുടെ വില കുറയുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ധ്രുവ പ്രദേശങ്ങളിലാണ്. അതും മറക്കണ്ട കേട്ടോ. എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ആകൃതിയാണ്. ഓക്കെ, ഇനി ഇവിടെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ജി എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജി എന്ന് പറയുന്നതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്. ഗ്രാവിറ്റി മൂലമുള്ള ത്വരണമാണ് ജി. നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണമാണ് ജി. വസ്തുവിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഇപ്പൊ വലിയ ഒരു ഇരുമ്പുഗോളമാണ് അല്ലെങ്കിൽ ഒരു കല്ലാണ്, അതൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. എന്താണ്? വസ്തുവിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഓക്കെ, ഭൂമിയുടെ ആരത്തിനനുസരിച്ച് എന്തുണ്ടാവുന്നു? മൂല്യം വ്യത്യാസപ്പെടുന്നു. എങ്ങനെയാ ഭൂമിയുടെ ആരത്തിനനുസരിച്ച് മൂല്യം വ്യത്യാസപ്പെടുന്നേ? എങ്ങനെയാ വ്യത്യാസപ്പെടുന്നേ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണത്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്താണ്? ആരം കൂടുമ്പോ ജി കുറയുന്നു. ദേ ആരം കൂടുതൽ, ഇവിടെ ജി കുറവായിരിക്കും. ആരം കൂടുമ്പോ ജി കുറയുന്നു, ആരം കുറഞ്ഞപ്പോ ജി കൂടുതലാണ്.
ഓക്കെ, അപ്പൊ അത് മറക്കണ്ട. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ഈ ഒരു പോയിന്റ്, ഭൂമിയുടെ ആരത്തിനനുസരിച്ച് മൂല്യം വ്യത്യാസപ്പെടുന്നു. യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ചോദിക്കാറുണ്ട് കേട്ടോ. യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ത്വരണത്തിന്റെ യൂണിറ്റ് എന്നായിരിക്കും ചോദിക്കുക. ത്വരണത്തിന്റെ യൂണിറ്റ് മൂല്യം എത്രയാണ്? 9.8 ആണ്. ഇനി ആരത്തിനനുസരിച്ച് മൂല്യം വ്യത്യാസപ്പെടുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എപ്പോഴും 9.8 തന്നെയാവോ? എപ്പോഴും 9.8 തന്നെയാവോ? ഇല്ല. പിന്നെ എങ്ങനെയാവും? നോക്കാം നമുക്ക്. ഒരു കുഞ്ഞ കാര്യം കൂടെ ദാ ഇവിടെ പഠിക്കണം. ഭൂമിയിൽ എല്ലായിടത്തും ജിയുടെ മൂല്യം ഒരുപോലെയല്ല. ദാ ജിയുടെ മൂല്യം എല്ലായിടത്തും ഒരുപോലെയല്ല. ഭൂമിയുടെ പ്രതലത്തില് ജിയുടെ മൂല്യം ഏറ്റവും കൂടുതൽ എവിടെയാണ്? ധ്രുവപ്രദേശത്താണ്. എന്തുകൊണ്ടാണ്? R ഏറ്റവും കുറവായതിനാൽ ജിയുടെ മൂല്യം കൂടുതലായിരിക്കും. മറക്കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്. R കുറയുമ്പോ ജിയുടെ മൂല്യം കൂടുതലാണ്. അതാ 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എന്താണ്? 9.8 മീറ്റർ പെർ 9.83. നമ്മൾ 9.8 എന്നാണ് പറയാറ്. ടെക്സ്റ്റില് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഭൂമിയുടെ പ്രതലത്തില് ജിയുടെ കുറഞ്ഞ മൂല്യം എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശത്താണ്. ഇനി R ഏറ്റവും കൂടുതലായിരിക്കുന്നതിനാലാണ് ജിയുടെ മൂല്യം അവിടെ കുറവ് കാണിക്കുന്നത്. അപ്പൊ അവിടുത്തെ വാല്യൂവും കൊടുത്തിട്ടുണ്ട്. ദാ 9.8 മീറ്റർ 9.8 അല്ല 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മറക്കണ്ട കേട്ടോ. 9.83 ആൻഡ് 9.78. അപ്പൊ ഏറ്റവും കുറവ് മൂല്യം എത്രയാണ്? 9.78 ആണ്. അത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ജിയുടെ മൂല്യം ഏറ്റവും കുറവ് ഏതിലാണ്? 9.78. വാല്യൂ എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശത്ത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി നമ്മളോട് ചോദിക്കുന്ന സ്ഥിരം ചോദ്യമാണ്, ഭൂകേന്ദ്രത്തില് എത്രയായിരിക്കും ജിയുടെ മൂല്യം? ഭൂകേന്ദ്രത്തിൽ എത്രയാ? ഭൂകേന്ദ്രത്തില് 0 ആയിരിക്കും. കേന്ദ്രത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറയുന്നു. അല്ല, കേന്ദ്രത്തിൽ നിന്നല്ല, ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറയുന്നു. ഉപരിതലത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് വരുന്തോറും ജിയുടെ മൂല്യം കുറയുന്നു. അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. മുകളിലേക്ക് ഒരു കല്ല് എറിഞ്ഞു കഴിഞ്ഞാല് അതിനെ താഴേക്ക് വരില്ലേ? എന്തുകൊണ്ടാ? എല്ലാ വസ്തുക്കളും, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. അതുകൊണ്ടാണ് ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞാല് അത് താഴേക്ക് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറവല്ലേ? അപ്പൊ അത് ഉപരിതലത്തിൽ തന്നെ നീണ്ടു നിവർന്ന് നിൽക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഏതൊരു വസ്തുവും ഉപരിതലത്തിൽ വന്ന് ടച്ച് ചെയ്യാൻ കാരണം എന്താണ്? ഗ്രാവിറ്റിയാണ്. അത്രയും ആലോചിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? അപ്പൊ ഒരു ജി പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഇത് കൂടാണ്ട് ക്യാപിറ്റൽ ജി ഉണ്ട്. അത് നിങ്ങളുടെ SCERT ടെക്സ്റ്റിലുണ്ട്. നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുത ഉൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. എങ്ങനെയാണ് ക്രമീകരിക്കുന്നത്? സൗരോർജം, കാറ്റ്, ശക്തി. സൗരോർജം, കാറ്റ്, ശക്തി, ബയോമാസ്. സൗരോർജം, കാറ്റ്, ശക്തി, ബയോമാസ്. സൗരോർജം, കാറ്റ്, ശക്തി, ബയോമാസ്. ഇങ്ങനെ 3 എണ്ണമാണുള്ളത്. നിങ്ങളൊന്ന് നോക്കുക. എന്നിട്ട് ഇത് എങ്ങനെയാണ്? ഇപ്പൊ സാധാരണ നമ്മളോട് ചോദിക്കാറുള്ളത് എന്താണ്? സൗരോർജം എന്നാണ് സാധാരണ നമ്മളോട് ചോദിക്കാറ്. പുനരുപയോഗം, അതായത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ഏതാണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണെന്നാണ് ചോദിക്കാറ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? എങ്ങനെ ഹാൻഡിൽ ചെയ്യും? എളുപ്പമാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. താഴെ പറയുന്ന പുനരുപയോഗ ഊർജ്ജ സ്രോതസ് ഇന്ത്യയിലെ വൈദ്യുത ഉൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കാനാ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഏറ്റവും കുറവുള്ളത് ഏറ്റവും ലാസ്റ്റ് വരണം. ഏറ്റവും കുറവുള്ളത് ഏറ്റവും ലാസ്റ്റ് വരണം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ?
ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഏതാ നമുക്ക്? ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഏതാ? ഒരു സംശയവും ഇല്ല, സൺലൈറ്റ് ആണ്, സൗരോർജ്ജമാണ് അല്ലെ? അപ്പൊ സൗരോർജ്ജം ആദ്യം. ഓക്കെ, അപ്പൊ ബാക്കി വരുന്ന സൗരോർജ്ജം ആദ്യം വരാത്തതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി അടുത്തത് ഏതാ? അടുത്തത് ഒരു പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ആവുമല്ലോ. ഇതിലേതാണ്? കാറ്റ് ശക്തി അല്ലേ? സൗരോർജ്ജം കഴിഞ്ഞാൽ പിന്നെ കാറ്റാണ്. അപ്പൊ ഇത് രണ്ടും കട്ട് ചെയ്യാലോ. ബാക്കി ഏതേ ഉള്ളൂ? ബയോമാസേ ഉള്ളൂ അല്ലേ? അപ്പൊ സാധാരണഗതിയില് നമ്മളോട് ചോദിക്കാറ് പാരമ്പര്യ ഊർജ സ്രോതസ് ഏതെല്ലാം? പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? പാരമ്പര്യേതര ഊർജ സ്രോതസ് ഏതാണ്? പാരമ്പര്യേതര ഊർജ സ്രോതസ് ഏതാണ്? എങ്ങനെയാ, നിങ്ങൾക്ക് അറിയാമോ? ഇതെങ്കിലും ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. എന്താണ് പാരമ്പര്യ ഊർജ സ്രോതസ്? ഉപയോഗിച്ചു കഴിഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്. എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ് അല്ലേ? കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങള്, ഇതൊക്കെ എന്താണ്? കൽക്കരി അതിൽ പെടും കേട്ടോ, പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ പെടും. എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ്, തീർന്നു പോകുന്നതാണ്. അപ്പോ പാരമ്പര്യ ഊർജ സ്രോതസ് എന്ന് പറഞ്ഞാൽ എന്താ? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത, തീർന്നു പോകുന്ന ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകള്. ഓക്കെ. ഇനി പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയാ? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന, ഉപയോഗിച്ചാൽ തീർന്നു പോകാത്ത, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന, ഉപയോഗിച്ചാൽ തീർന്നു പോവാത്ത ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? നേരത്തെ പറഞ്ഞു സൺലൈറ്റ് അല്ലേ? സൺലൈറ്റ്, കാറ്റ്, പിന്നെ എന്താണ്? തിരമാല. ഇതെല്ലാം എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ തീർന്നു പോവാത്ത ഊർജ സ്രോതസ്സുകളാണ്. അപ്പൊ ഇതെല്ലാം എന്താണ്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സിൽ പെടുന്നതാ. ഇങ്ങനെയാണ് നമ്മളോട് സാധാരണഗതിയിൽ ചോദിക്കാറ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം മാത്രം ഇത്തിരി ഒന്ന് ഡിഫറെന്റ് ആയിട്ട് ചോദിച്ചു. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരുന്നത്. പക്ഷെ ഇത് കുറെ പേര് തെറ്റിച്ചു. എന്തുകൊണ്ടാ? പെട്ടെന്ന് ഇത് കണ്ടപ്പോ അയ്യോ ഇത് ഏതാണ് ആദ്യം വരിക രണ്ടാമത് വരിക? ആദ്യം എപ്പോഴും സൗരോർജ്ജമാണ്, പിന്നെ കാറ്റ് ശക്തി, ബയോമാസ്. ഓക്കെ. ന്യൂക്ലിയർ ഊർജം നിങ്ങൾ പറഞ്ഞ ഏതിലാ വരിക? പാരമ്പര്യത്തിലാണോ പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സിലാണോ? ന്യൂക്ലിയർ ഊർജം പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതല്ലേ? അതായത് വീണ്ടും 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 ഉപയോഗിക്കാൻ പറ്റാത്തതല്ലേ? തീർന്നു പോകുന്നതല്ലേ? സോ അത് ഏതിലാണ്? പാരമ്പര്യ ഊർജ സ്രോതസ്സിലാണ് കേട്ടോ. ന്യൂക്ലിയർ ഊർജം. ന്യൂക്ലിയർ ഊർജം എപ്പോഴെങ്കിലും ഒക്കെ കഴിഞ്ഞു പോകുന്നു. സൺലൈറ്റ് അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ കഴിഞ്ഞു പോവില്ല, നമുക്ക് ഇതുവരെയൊക്കെ കിട്ടുന്നുണ്ട് അല്ലെ? സൺലൈറ്റ് ഭൂമിയിൽ എത്താൻ എത്ര സമയമാണ് വേണ്ടത്? 8 minutes 20 seconds. പണ്ടെപ്പോഴോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 8 minutes and 20 seconds. ഓക്കെ. ഇനി നമുക്ക്, നിങ്ങള് ഈ LDC ഒക്കെ പഠിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് എവിടെന്നാ തുടങ്ങണ്ടേ? തുടക്കക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് പറയും വേണ്ട അല്ലെ? അപ്പോ അങ്ങനെ തുടക്കക്കാർക്കായിട്ടുള്ള ഒരു സംരംഭമാണ് ആരംഭം. ഓക്കെ. അപ്പൊ തുടക്കക്കാർക്ക് PSCയില് എങ്ങനെയാണ് മുന്നേറണ്ടേ, നിങ്ങൾ എവിടെ തൊട്ടാ പഠിക്കണ്ടേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആരംഭം എന്നാണ്. 1 year ആണ് വാലിഡിറ്റി. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇടയിൽ വെച്ചിട്ട് പോകുമൊന്നുമില്ല, 1 year തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടും. ആ 1 yearനകത്ത് നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാം ക്രാക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഏത് ലെവൽ എക്സാം ആയിക്കോട്ടെ, നിങ്ങൾ സ്റ്റാർട്ടിംഗ് ആണ്, നിങ്ങൾക്ക് അറിയില്ല എവിടുന്നാ പഠിക്കണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചേരാം. ഒരു കൺഫ്യൂഷനും വേണ്ട. നമ്മളിവിടെ ആദ്യം തൊട്ടുള്ള എല്ലാ ഡീറ്റെയിലിങ്ങും ഉണ്ടാവും. സോ ഈ കാണുന്ന GPay നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ പേര്, അതേപോലെ തന്നെ കോഴ്സ് ഫീ, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം? കോഴ്സ് ഫീ അടച്ച സ്ക്രീൻഷോട്ട് അയക്കാം. ഇതെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പൊ ഡെയിലി ഉള്ള ക്ലാസ്സസിലൂടെയൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്.
തലയിലെ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? തലയിലെ ചുമടുമായിട്ട് നടന്നു നീങ്ങുന്ന ഒരാൾ ഇതാ ഇങ്ങനെ നേരെ നടന്നു നീങ്ങുക. അയാൾ കോണി കയറാന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. തലയിലെ ചുമടുമായിട്ട് നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? എന്തായിരിക്കും? നേരെയാ നടക്കുന്നേ കേട്ടാ. നടന്നു നീങ്ങാനേ പറഞ്ഞിട്ടുള്ളൂ. നേരെയാ നടക്കുന്നേ. അപ്പൊ എന്താണ്? അത് 0 ആയിരിക്കും. എങ്ങനെയാണ്? ഇയാളും തറയും തമ്മിലുള്ള ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. നമുക്കറിയാം എഫ് എസ് എന്നാണ്. എഫ് ഇൻറ്റു എസ് അതാണ് വർക്കിന്റെ ഇക്വേഷൻ. പക്ഷെ അതിൽ നമുക്കൊരു ഇക്വേഷനും കൂടെ പഠിക്കാനുണ്ട്. എഫ് എസ് കോസ് തീറ്റ. ഇതൊക്കെ ഒരു +1 ലെവലിൽ വരുന്നതാണ്. എന്നാലും നമ്മളത് പഠിക്കണം. കേട്ടല്ലോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത് നമുക്ക് അറിയണം. അപ്പൊ ഇവിടെ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇയാളും തറയും തമ്മിലുള്ള ആംഗിൾ ആണ്. സോ എന്ത് വരും? എഫ് എസ് കോസ് തീറ്റ, ഈ തീറ്റ ഈസ് ഈക്വൽ ടു 90 ആണ്. എഫ് എസ് കോസ് 90 എത്രയാ വരുന്നേ? 0. കോസ് 90 0 ആണ്. കോസ് 0 1 ആണ്. ഓക്കെ. അപ്പൊ വരുമ്പോ മൊത്തം 0 ആയി പോകും. അപ്പൊ അയാൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? 0 ആണ്. ഇനി പ്രവൃത്തി എന്ന് പറയുന്നത് 3 രീതിയിലുണ്ട്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, 0 ഉണ്ട്. അതിൽ നമ്മൾ 0 ആണ് ഇപ്പൊ കണ്ടത്. ഇനി ഈ തലയിലെ ചുമടുമായിട്ട് കോണി കയറുന്ന ഒരാളാണെങ്കിൽ, അതായത് സ്റ്റെയർ കേസ് കയറുന്ന ഒരാളാണെങ്കിൽ അയാളുടെ പ്രവൃത്തി പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ? ഏത് ദിശയിലേക്കാണോ ഫോഴ്സ് കൊടുക്കുന്ന അതേ ദിശയില് പ്രവൃത്തി സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ഥാനാന്തരം സംഭവിക്കുകയാണെങ്കിൽ, ഫോഴ്സ് കൊടുക്കുന്ന അതേ ദിശയില് സ്ഥാനാന്തരം സംഭവിക്കുകയാണെങ്കിൽ ആ പ്രവൃത്തി എന്താണ്? ആ പ്രവൃത്തി പോസിറ്റീവ് ആയിരിക്കും. ഞാൻ ഇവിടെ ഒരു പന്ത് വെച്ചിട്ടുണ്ട്. നോക്കിക്കോട്ടോ, ശ്രദ്ധിച്ചാ മതി. എന്റെ കയ്യിൽ ഒരു പന്തുണ്ട്. ഞാൻ ഊതുക എന്ന് ഊതുമ്പോ പ്ലാസ്റ്റിക് പന്താ. അപ്പൊ ഞാൻ ഊതുന്നത് എങ്ങോട്ടാ? ഇങ്ങനെയാ ഊതുന്നേ. അപ്പൊ ആ പന്ത് എങ്ങടാ പോവാ? നേരെ മുന്നിലേക്കല്ലേ പോവാ? പന്ത് പോകുന്നത് നേരെ മുന്നിലേക്കല്ലേ എന്ന് ഊതുമ്പോ, അല്ലെ? അപ്പൊ ഞാൻ ബലം എങ്ങോട്ടാ കൊടുത്തേ? മുന്നിലേക്ക്. പന്ത് നീങ്ങിയത് എങ്ങോട്ടാ? മുന്നിലേക്ക്. ഏത് ദിശയിലേക്കാണോ ബലം കൊടുത്തത് ആ ദിശയില് പ്രവൃത്തി നടക്കുകയാണ്, അല്ലെങ്കിൽ സ്ഥാനാന്തരം സംഭവിക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് പ്രവൃത്തിയായിരിക്കും. ഇനി ബലം പ്രയോഗിച്ച ദിശയുടെ എതിർവശത്താണ് സ്ഥാനാന്തരം സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ബലം പ്രയോഗിച്ച ദിശയുടെ എതിർവശത്ത് സ്ഥാനാന്തരം സംഭവിക്കുകയാണെങ്കിൽ നെഗറ്റീവ് പ്രവൃത്തി. എഫിന്റെ എതിർവശത്ത്, അതായത് ഞാൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ, റബ്ബർ പന്ത് ഞാൻ ചുമരുമലേക്ക് എറിഞ്ഞു. ചുമരുമലേക്ക് എറിയുമ്പോ അത് എങ്ങോട്ടാ വരിക? അതിന് സ്ഥാനാന്തരം എങ്ങടാ ഉണ്ടാവുക? ചുമരുമ തട്ടി എന്റെ അടുത്തേക്കല്ലേ വരിക. ഇപ്പൊ എവിടേക്കാ സ്ഥാനാന്തരം ഉണ്ടായി? എന്റെ കയ്യിലേക്ക് തന്നെയല്ലേ. ഞാൻ പ്രയോഗിച്ചത് ഫ്രണ്ടിലേക്കാണ് ബലം, പക്ഷെ സ്ഥാനാന്തരം ഉണ്ടായത് എന്റെ കയ്യിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? നെഗറ്റീവ് പ്രവൃത്തിയാണ്. അപ്പൊ ബലം പ്രയോഗിക്കുന്നതിന്റെ എതിർദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായാല് ഇതെന്ത് പ്രവൃത്തിയാണ്? അത് നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഘർഷണ ബലം നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പറയാം. ഘർഷണ ബലം എങ്ങനെയാ? ഘർഷണ ബലം, ഞാൻ നടക്കുകയാണ്, ഒരു തറയിലൂടെ ഞാൻ നടക്കുന്നു. ഞാൻ നടക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് തറ ബലം പ്രയോഗിക്കുക. അതല്ലേ ഘർഷണ ബലം? അല്ലേ? ദാ നിരപ്പായ ഒരു തറയിലൂടെ ഞാൻ നടക്കുന്നു, വീഴാണ്ട് നടക്കണം. അപ്പൊ എന്റെ ബലം താഴേക്കും തറയിൽ നിന്ന് മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലം, അപ്പൊ ഞാൻ ബലം പ്രയോഗിക്കുന്ന താഴേക്കാണ്, തറ മുകളിലേക്ക് ബലം പ്രയോഗിക്കുകയാണെങ്കിലാണ് അത് ഘർഷണ ബലം, അല്ലേ? ആ ഘർഷണ ബലം എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഘർഷണ ബലം എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ? ഞാൻ പ്രയോഗിക്കുന്നത് തറയിലേക്കാണ്, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, തറ എന്നിലേക്കാണ് എന്ത് ചെയ്യുന്നത്? തിരിച്ച് ബലം പ്രയോഗിക്കുന്നത്. അപ്പൊ എനിക്കുണ്ടാകുന്ന സ്ഥാനാന്തരം മുന്നിലേക്കല്ലേ, അല്ലേ? അപ്പൊ ഞാൻ പ്രയോഗിക്കുന്ന ബലത്തിന്റെ എതിർദിശയില് ഒരു ബലം പ്രയോഗിക്കുകയാണ്, അതാണ് ഘർഷണ ബലം. അതെന്താണ്? അതൊരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ. അപ്പൊ ഒന്നും വേണ്ട, ആ ബലം പ്രയോഗിക്കുന്നതിന്റെ എതിർദിശയിലാണെങ്കിൽ അതെന്താണ്?
അത് നെഗറ്റീവ് ആണ്. ബലം പ്രയോഗിക്കുന്നതിന്റെ അതേ ദിശയിലാണ്, സെയിം ദിശയിലാണെങ്കിൽ എന്താണ്, അത് പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി കോസ് തീറ്റയുടെ കാര്യം പറഞ്ഞു. ഒരാൾ തലയില് ചുമടുമായിട്ട് നിൽക്കുകയാണ്, നടന്ന് നീങ്ങുന്ന പോലും ഇല്ല, വെറുതെ നിൽക്കുകയാണെങ്കിലും അതെന്താണ്, സീറോ തന്നെയാണ് കേട്ടോ, സീറോ പ്രവൃത്തി തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ആലോചിക്കുക, ഈ ഒരു എക്സാമ്പിൾസ് എല്ലാം എന്ത് ചെയ്യുക, ഒന്ന് ആലോചിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. ഈ പ്രസ്താവന ഏത് നിയമമാണ്? ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കുന്നു. ദാ ഞാൻ ഇവിടെ ഒരു പിക്ചർ തരാം, അത് കാണാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. നോക്കൂ, ഈ പിക്ചർ കണ്ട എല്ലാവർക്കും ഇപ്പൊ ആൻസർ കിട്ടുവേ. ഏതാണ് പിക്ചർ കണ്ടപ്പോ ആൻസർ ഏതാ വന്നേ? പാസ്കൽസ് നിയമം. എങ്ങനെയാ വന്നേ നോക്കൂ, ഇവിടെ ഒരു ബലം പ്രയോഗിച്ചു, ഇവിടെ ഒരു ദ്രാവകമുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ ഈ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഇത് എന്ത് ചെയ്തത്, ഈ പിസ്റ്റൺ ഉയർന്നത്. ഓക്കെ, ഇവിടെ മാത്രമല്ല, ഈ എല്ലാ ഭാഗത്തേക്കും ഇവിടെ പ്രയോഗിക്കുന്ന ആ ഒരു ഫോഴ്സ് ഇവിടേക്ക് എന്താണ്, ഇവിടേക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് ഈ പിസ്റ്റൺ ഒന്നാകെ ഉയർന്നത്. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇവിടെ നമുക്കൊരു കാര്യം അറിയണം. F1 പ്രയോഗിക്കപ്പെട്ട, ഇവിടെ A1 ഏരിയയിൽ പ്രയോഗിക്കപ്പെട്ട ബലമാണ് F1. സോ ഇവിടുത്തെ P1 പ്രഷർ എന്ന് പറയുന്നത് P1 ആണ്, അത് F1/A1 ആണ്. P2 പ്രഷർ എന്താണ്, P1 = P2 ആവുമല്ലോ. ഇവിടെ പ്രയോഗിക്കപ്പെട്ട അതേ ബലം തന്നെ ഇവിടെ എല്ലാ ദിശയിലും പ്രയോഗിക്കും അല്ലേ? അപ്പൊ സോ P2 അവിടുത്തെ എന്താണ്, F2 പ്രയോഗിക്കപ്പെട്ടത് A2. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, A2/A1 into F1 എന്ന് എഴുതിക്കൂടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു F2. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് F2 പ്രയോഗിക്കപ്പെട്ട ബലം കാണണമെങ്കിൽ F1 ബലം തന്നിട്ടുണ്ടാവും, അവിടുത്തെ ഏരിയ തന്നിട്ടുണ്ടാവും, F2 ഏരിയ തന്നിട്ടുണ്ടാവും. ഒന്നുമില്ല, ഇതിനെ മുകളിലേക്ക് എടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ്, ശരിക്കും ഇങ്ങനെയാണ് വരിക, F1/A1 into A2 is equal to F2. ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് A എല്ലാം ഒരുമിച്ചും F1 പുറത്തേക്ക് എടുത്തു, ഇത്രേ ഉള്ളൂ. ഓക്കെ, അത് തന്നെയാണ് ഇത്. അപ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, A1 ഏരിയയില് ഇത്ര ബലം പ്രയോഗിക്കുന്നു, A2 ഏരിയയില് പ്രയോഗിക്കുന്ന ബലം കണ്ടെത്തുക. അപ്പൊ ഏരിയ തന്നിട്ട് നമ്മളോട് F2 എത്രയാണോ അല്ലെങ്കിൽ F1 എത്രയാണോ ചോദിക്കുകയാണെങ്കിൽ അതെന്താണ്, പാസ്കൽസ് നിയമമായിരിക്കും. ഈ ഒരു ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഒരു ക്വസ്റ്റ്യനും കൂടെ, പ്രൊജക്ടൈൽ മോഷൻ ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? നിങ്ങൾക്കറിയാം പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കല്ലെറിയാണെങ്കിൽ അത് നേരെ പോവില്ല, ഒന്ന് ചെരിഞ്ഞ് ഒരു വക്രപാതയിലാണ് പോവുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ജാവലിൻ ത്രോയുടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ജാവലിൻ ത്രോ ഏത് മോഷനാണ്? ജാവലിൻ ത്രോ പ്രൊജക്ടൈൽ മോഷൻ ആണ് അല്ലേ? റോക്കറ്റിന്റെ സഞ്ചാരം, റോക്കറ്റ് ഇങ്ങനെ നേരെ മാത്രമാണോ പോവുക? അല്ല, ഒന്നിങ്ങനെ വളഞ്ഞാ പോവുക. മിസൈലും എന്ത് തന്നെയാണ്, ഈ പ്രൊജക്ടൈൽ മോഷൻ ആണ്. ഓക്കെ, അപ്പൊ പ്രൊജക്ടൈൽ മോഷൻ കൂടാതെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നേർരേഖാചലനം, ലിഫ്റ്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ വക്രരേഖ അല്ലെങ്കിൽ വക്രപാത, പ്രൊജക്ടൈൽ മോഷൻ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, ഇനി വർത്തുള ചലനം അല്ലെങ്കിൽ ഘൂർണന ചലനം, വർത്തുളം അല്ലെങ്കിൽ ഘൂർണന ചലനം എപ്പോഴും ചോദിക്കുന്നതാ. മൺപാത്ര നിർമ്മാണം, അതേപോലെ കോമ്പസിൽ പെൻസിൽ വെച്ച് വൃത്തം വരയ്ക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ് 2023. പിന്നെ അതേപോലെ നമ്മുടെ അടുത്ത് കല്ല് കെട്ടിയിട്ട് ചരടിൽ ഇങ്ങനെ കല്ല് കെട്ടി കറക്കുന്നത്, ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വിവിധ തരം ചലനങ്ങളും കൂടെ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇതിന്റെ കൂടെ നോക്കി പോവാട്ടോ. ഓക്കെ, നമുക്ക് LGSന്റെ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്.
റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, ഒരു സ്പെഷ്യൽ ടൈം ടേബിൾ ഉണ്ടാവും, എല്ലാത്തിന്റെയും PDF നോട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ വർക്ക്ഔട്ട് സെഷൻസ് ഉണ്ടാവും, മെന്റർഷിപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണമെങ്കിൽ വേറെ ആരെയും വിളിക്കണ്ട, മെന്ററിനെ വിളിച്ചാൽ മതി. OMR ഷീറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു രജിസ്റ്റർ നമ്പർ ഒക്കെ തെറ്റാണ്ട് എഴുതണമെങ്കിലോ ഒക്കെ നമ്മൾ എന്ത് വേണം, അത് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ OMR ഷീറ്റ്, അതേപോലെ SCERT NCERT കറക്റ്റ് ആയിട്ട് ഓരോ സബ്ജക്റ്റിനും ഏതൊക്കെ ചാപ്റ്റർ ആണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് എന്തുണ്ട്, നമുക്ക് ഈ ക്രാഷ് കോഴ്സിലൂടെ ഉണ്ടാവും. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഈ GPay നമ്പറിൽ നിങ്ങൾ ആ പേയ്മെന്റ് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇതെല്ലാം നിങ്ങൾ ഈ വാട്സ്ആപ്പ് നമ്പറിൽ, അതായത് ഈ GPay ചെയ്ത നമ്പറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക കേട്ടോ. സോ അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ മുന്നിലേക്ക് പോവുക. വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.